പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ടാണ്. പുതിയ SCRTയിൽ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് കുറച്ച് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പറയുന്നുണ്ട്. 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 18 വയസ്സ് പൂർത്തിയായാൽ നമുക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാമെന്ന് പറയുന്ന അവകാശം ഉണ്ടായിട്ടുള്ളത്. 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറിയത്. 101ാം ഭേദഗതി പ്രകാരമാണ് GST, അതായത് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് 101ാം ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളെയോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. തിരുത്തല്, അതേപോലെ ഒഴിവാക്കല്, കൂട്ടിച്ചേർക്കല്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ വരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഭരണഘടനയുടെ അനുച്ഛേദം 386 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നും ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഭരണഘടനാ ഭേദഗതി ബില്ലാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരു സഭകൾക്കിടയിൽ ഭരണഘടനാ ഭേദഗതിക്ക് മേൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിലോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അപ്പോൾ ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം പാർലമെന്റിനാണ്. അനുച്ഛേദം 368 പ്രകാരമാണ് ഈ അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇനി എന്തെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഇല്ല. ഇനി ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിലോ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ ജുഡീഷ്യറിക്ക് അതിനെ അസാധുവാക്കാൻ അധികാരവുമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭരണഘടനാ രീതികൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് അയവുള്ള ഭേദഗതി, ഒന്ന് ദൃഢമായ ഭേദഗതി, മറ്റൊന്ന് അതിദൃഢമായിട്ടുള്ള ഭേദഗതി. ഇങ്ങനെ 3 ഭേദഗതി രീതികളാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ അതിന് കേവല ഭൂരിപക്ഷത്തിലൂടെ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിന് ഭേദഗതി ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ അയവുള്ള ഭേദഗതിയിൽ പെടുന്നതാണ്. സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ. ഇനി എന്താണ് ദൃഢമായ ഭേദഗതി എന്ന് വെച്ചാൽ, ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുന്നതിന് പാർലമെന്റിന് ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം അനിവാര്യമാണ്. അയവുള്ള ഭേദഗതിയിൽ കേവല ഭൂരിപക്ഷം മതി. എന്നാൽ ഇവിടെ പ്രത്യേക ഭൂരിപക്ഷം ഇരു സഭകളുടെയും ആവശ്യമാണ്. ഉദാഹരണത്തിന് മൗലിക അവകാശങ്ങൾ, അതേപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവ ദൃഢമായ ഭേദഗതിയിൽ പെടുന്നു. അടുത്തത് അതിദൃഢമായിട്ടുള്ള ഭേദഗതിയാണ്. ചില അതിപ്രധാന വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്തും കൂടി ആവശ്യമാണ്? പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ പറ്റൂ. ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം പാർലമെന്റിലെ. അത് കൂടാതെ പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ എന്താണ്? അതിദൃഢമായിട്ടുള്ള ഭേദഗതിയിൽ പെടുന്നതാണ്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ അതിദൃഢമായിട്ടുള്ള ഭേദഗതിയിൽ പെടുന്നതാണ്. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ എന്നിവ ദൃഢമായ ഭേദഗതിയിലും സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ അയവുള്ള ഭേദഗതിയിലുമാണ് പെടുന്നത്. അപ്പൊ നമുക്ക് അതനുസരിച്ച് ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കിയാലോ? സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം എന്താണ്? അയവുള്ള ഭേദഗതിയാണ്. ഇനി അടുത്തത് 86ാം ഭരണഘടനാ ഭേദഗതി. എന്താണ് 86ാം ഭരണഘടനാ ഭേദഗതി? വിദ്യാഭ്യാസം മൗലികാവകാശം. അപ്പൊ മൗലികാവകാശങ്ങളുടെ ഭേദഗതി എന്താണ്? ദൃഢമായ ഭേദഗതിയാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്തൽ. കൺകറന്റ് ലിസ്റ്റ് വെച്ചാൽ സംസ്ഥാനങ്ങൾക്കും അതേപോലെ യൂണിയനും, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികാരം ഉള്ള ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിൽ മാറ്റം വരുത്തുന്നതിനുള്ള ഭേദഗതി അറിയപ്പെടുന്നത് അതിദൃഢമായിട്ടുള്ള ഭേദഗതിയിലാണ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക്
ഇങ്ങനെയും ചിലപ്പോൾ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.